ദ സ്പൈസി ടേലിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബിരിയാണി. ചിക്കൻ ബിരിയാണി ചെയ്യുന്ന മാതിരി ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോൺ വെജ് ബിരിയാണി തന്നെയാണ് ഇത്. ചെമ്മീൻ നന്നാക്കാനുള്ളൊരു സമയമാണ് ഇതിൽ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിനുശേഷം 2 സവാളയാണ് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് അടുത്തതായിട്ട് വേണ്ടത്. മല്ലിയില, പുതിന ആവശ്യത്തിന്, തക്കാളി 2 വലുത്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ചെമ്മീനിലേക്ക് ഈ മസാലയൊക്കെ പിടിച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമ്മൾ ആഡ് ചെയ്യാണ്. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-12 മിനിറ്റ് ഒക്കെ മതി. ഒരുപാട് ചെമ്മീൻ വേവിച്ചെടുത്താൽ ഒരു റബ്ബർ പോലെ ആയി മാറും അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ടെൻഡറായിട്ട് തന്നെ ചെമ്മീൻ നമുക്ക് കിട്ടണം. അപ്പോൾ കണ്ടോ, ഒരുപാട് ബ്രൗൺ കളറായിട്ടൊന്നുമില്ല, ടെൻഡറായിട്ട് തന്നെയാണ് നമ്മളുടെ ചെമ്മീൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് 2 സൈഡും മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് അതിലേക്ക് വേണ്ട റൈസിന് 3.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 4 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, 5-6 ഗ്രാമ്പു എടുത്തതിന് ശേഷം അതുകൂടെ തിളച്ച് വന്ന ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ല വെട്ടി തിളയ്ക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഊറ്റി മാറ്റി വെച്ച അരിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് 2 കപ്പ് അരിയാണ് ഉള്ളത്. കഴുകി മാറ്റി വെച്ച അരി അതിലേക്ക് ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുക്കർ ഒരൊറ്റ സിംഗിൾ വിസിൽ കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ജോക്കറാണ് ഞാൻ എടുത്ത അരി കേട്ടോ. ജോക്കറാണ് ഇത്. മലബാർ മേഖലയിലൊക്കെ നന്നായി കിട്ടുന്ന ഒരു അരിയാണ്. അതിനുശേഷം മസാല ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ നേരത്തെ ചെമ്മീൻ ഉണ്ടാക്കിയ അതേ പാത്രത്തിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് 2 സവാള നമ്മളതിലേക്ക് ആഡ് ചെയ്തു. ഇനി അതൊന്ന് വഴലാൻ വേണ്ട ടൈം എടുത്തോട്ടെ. അപ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. ഒരു 12 വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി, 3 പച്ചമുളക്, മല്ലിയില, പുതിന ആവശ്യത്തിന്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ചെടുത്തത്. ഇതിനാവശ്യം വേണ്ട കരിവേപ്പില കൂടി ഇപ്പം നമുക്കൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ആഡ് ചെയ്യാം. കുറച്ച് സമയം അടച്ചു വെക്കാം. എന്നിട്ട് പാത്രം ഉള്ളി ശരിക്കും വഴലാനായിട്ടാണ്. അതിനുശേഷം നമ്മളുടെ ഈ മസാലക്കൂട്ട് നമ്മൾ അരച്ചു വെച്ചത് കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത്. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് തക്കാളി വേവാനായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളുടെ ചോറായിട്ടുണ്ട്. ഒരൊറ്റ സിംഗിൾ വിസിലിൽ തന്നെ ആയിട്ടുണ്ട്. അധികം വിസിലാക്കരുത്, വേവ് അധികമായി പോവും. ഇപ്പോൾ റെഡിയാണ് ചോറ്. അപ്പോൾ ചോറൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച ശേഷം നമ്മളുടെ മസാല നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആകെ നമ്മൾ ഒരു പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഗരം മസാല പൊടി 1.5 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച് നമ്മളുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ചുകൂടെ മല്ലിയില, പുതിന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടി ആഡ് ചെയ്ത് വഴറ്റി കൊടുക്കുവാണ്. ഈ ചെമ്മീനിലേക്ക് ഈ മസാലക്കൂട്ടൊക്കെ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുവാണ് ഞാൻ. വേറെ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ചെമ്മീൻ്റെ ഈ മസാലക്കൂട്ട് റെഡിയായി. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചോറിൽ നിന്ന് പകുതി ചോറ് എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ഉണ്ടാക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ്റെ കൂട്ടൂടെ ഒരു ലെയറായിട്ട് ആഡ് ചെയ്യാം. ബാക്കി വരുന്ന ചോറ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന്
റെഡി ആവാനായിട്ട് ഒന്ന് ലെയർ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇതൊന്ന് ലെവലാക്കിയ ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തത് കാണിക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് മല്ലിയില പുതിന കൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ചെമ്മീൻ ബിരിയാണി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഇല്ലേ, അതേപോലെ വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചെമ്മീൻ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക.